ഹലോ ഡിയേഴ്സ്, നമസ്കാരം. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് ക്ലാസ്സസിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാം നമ്മൾ എല്ലാവരും കാണുകയും അതിലുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഒരു പാർട്ടാണ് വളരെ ബ്രീഫായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാൽക്കുലേഷൻസിൻ്റെ ബേസിൽ ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന ഒരു 10 ഡിഫറൻസസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡിസ്ക്ലോസസ് ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ഡ്യൂറിങ് എ പീരിയഡ്. അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലുള്ള പ്രധാനപ്പെട്ട കണ്ടൻ്റായിട്ട് നമ്മൾ പറയുന്നത്. ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ്. ബട്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡിസ്ക്ലോസസ് ദ സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ട്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഫണ്ട് എന്നുള്ളതുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഫണ്ടിൻ്റെ സോഴ്സസ് ആൻഡ് യൂസസും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓൺ ക്യാഷ് ബേസിസ് ആണ്. ദാറ്റ് മീൻസ് ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ, അതാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഷോ ചെയ്യുന്നത്. ബട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ദാറ്റ് മീൻസ് അതിനെ നമ്മൾ വേറെ രീതിയിൽ പറയുക, അക്രൂവൽ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ആണ് അത് ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ പ്രിപ്പറേഷനിൽ ഫോളോ ചെയ്യുന്നത് അക്രൂവൽ ബേസിസ് ആണ്. ഓർ ക്യാഷ് ബേസിസ് അല്ല, ക്യാഷ് ബേസിസ് ഉണ്ട്, അക്രൂവൽ ബേസിസും ഉണ്ട്. ക്യാഷ് ബേസിസിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അക്രൂവൽ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യാഷ് പ്ലാനിങ് ഓർ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്. ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലെ ലിക്വിഡ് ക്യാഷിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്. നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഫ്യൂച്ചറിൽ നമുക്ക് എത്ര പണം ആവശ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ദി സർപ്ലസ് ഓർ ഷോർട്ടേജ് ഓഫ് ലിക്വിഡ് ക്യാഷ്. ലിക്വിഡ് ക്യാഷിൻ്റെ സർപ്ലസോ ഷോർട്ടേജോ ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, ഒരു പീരീഡിനകത്ത് സർപ്ലസോ ഷോർട്ടേജോ ക്യാഷിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഓഫ് ദി ചേഞ്ചസ് ഇൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ ഓർ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ ഒരു പീരീഡിലുള്ള ചേഞ്ചസ് എന്താണെന്നുള്ളത് അതിൻ്റെ റീസൺ ഷോ ചെയ്യുന്ന, റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഡിഫറൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് നിർബന്ധമാണ്. ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 AS3 പ്രകാരമുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ മാത്രമേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദർ ഇസ് നോ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഫോർ പ്രസൻറ്റിങ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഒരു ഫോർമാറ്റ് ഇല്ല. നമുക്കത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. സിക്സ്ത് ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദർ ഈസ് നോ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദർ ഈസ് എ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ to ascertain the net increase or decrease in the working capital. ഇതേ ഡിഫറൻസ് നമുക്ക് വേണമെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ കേസിലും പറയാം. ഇൻ ദി കേസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വി കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ, ബട്ട് ഇൻ ദി കേസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വി കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അതുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതിനോട് കൂടി ചേർത്തിട്ട് പറയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സെവൻത്ത് ഡിഫറൻസ് ആയിട്ട് നമ്മളിവിടെ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഡിഫറൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യാഷ് ബഡ്ജറ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ടേം തന്നെ ആയിട്ട് നമുക്കതിനെ എടുക്കാം.
ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യാഷ് ബഡ്ജറ്റിംഗ്. നമ്മൾ ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു ടേമായിട്ട് നമുക്കതിനെ എടുക്കാം. രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് മർജ് ചെയ്തിട്ടും പറയാവുന്നതാണ്. രണ്ടും ഏറെക്കുറെ ഒരേ മീനിങ്ങിലുള്ള ഡിഫറൻസ് തന്നെയാണ്. 8th ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ്സുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന തന്നെയാണ്. ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു സീ ദി ഷോർട്ട് ടേം എഫക്റ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം പർപ്പസാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റേത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ലോങ് ടേം പർപ്പസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ ലോങ് ടേം പർപ്പസാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുക ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് ലോങ് ടേം പർപ്പസിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം പർപ്പസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ 9th ഉം 10th ഉം ഡിഫറൻസസ് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസസ് ആണ്. 9th ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുക: ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുണ്ട്. അതിലുള്ള ഒന്നാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് 9th ഡിഫറൻസ്. ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി റിപ്പോർട്ടാണ്. മാൻഡേറ്ററി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കമ്പൾസറി ആയിട്ട് ഒരു ബിസിനസ് ഫേം പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് നോട്ട് എ മാൻഡേറ്ററി വൺ. അതൊരു കമ്പൾസറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നർത്ഥം. ഇത്രയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഡിഫറൻസസ് പറയാനുള്ളത്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് മൈ ചാനൽ.